അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ മോമോസ് കഴിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇവർക്ക് മോമോസിന്റെ ചെറിയൊരു മെനു ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഈ മോമോസ് അധികം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആകെ ഒരു തവണ കഴിച്ചിട്ടുള്ളൂ. അത് ഇന്ന് ശംഖുമുഖത്തുനിന്ന് സ്റ്റീവഡ് മോമോസ്. കൂടെ ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫ്രൈഡ് മോമോസ് ആണ്. വെറും ഫ്രൈഡ് അല്ല, സെഷ്വാൻ ഫ്രൈഡ് മോമോസ് ആണ്. കൂട്ടുകാരി ഒരു നേപ്പാളി എന്നുള്ളവരാണ്. ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നതാണ് എന്തോ അവരുടെ ഭാഷയിൽ. അപ്പോൾ അതാണ്ട് ഈ ആന്റി നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരുന്ന മോമോസ് എടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നു. ഇവിടെ ഫ്രൈഡ് മോമോസ് ഉണ്ട്, സ്റ്റീവഡ് മോമോസ് ഉണ്ട്. ഞാൻ പറഞ്ഞ സെഷ്വാൻ മോമോസിന് 90 രൂപയുടെ റേറ്റ്. ഇതൊക്കെ നമുക്ക് പറ്റിയ ഹെൽത്തി ഫുഡ് അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ആണ്ടിലേക്ക് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല. കാരണം ഞാൻ ആ സ്റ്റീമഡ് മോമോസ് കഴിച്ച 2 കൊല്ലം മുന്നെയാണ്. അവരെ തീയൊക്കെ കണ്ട് അതിൻ്റെ അകത്ത് പണം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാനത് പേടിച്ചു. പിന്നെ ആന്റിയുടെ കഴുത്ത് എന്റെ പൊള്ളി ഇറക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇത് കണക്ക് എന്തെങ്കിലും മോമോസ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എണ്ണ വല്ലതും ചെയ്യും. നമ്മുടെ വീട്ടിൽ 2-3 തവണ ഇതൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എണ്ണ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കിടന്നത് ചൂടായി ഗ്യാസിന്റെ തീ മൊത്തം പണ്ട് കത്തുന്നത് കിടന്നു കത്തും. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, സെഷ്വാന്റെ സോസാണ് എടുത്തിട്ട് കത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ സെറ്റാക്കിയിട്ട് പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കഴിക്കാം. ഇരിക്കാനുള്ള സ്ഥലം നിൽക്കാനേ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നിന്ന് തന്നെ ട്രെൻഡ് ഒരു വലിയ പൊക്കമുള്ള ടീപ്പ് കൊണ്ടിട്ടിരിക്കും. അതിന്റെ മുകളിൽ കൊണ്ട് വെച്ച് തിന്നണം. ഈ പൊക്കം കൊണ്ടുവന്നാൽ അത് നടക്കത്തില്ല. ഇത്തിരി മഴച്ചാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടീപ്പ് മൊത്തം നനഞ്ഞിടക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്റെ മനസ്സിലായിട്ടാണ് ആന്റി ഒന്ന് തുറച്ചു തരും. അപ്പോൾ നല്ല ചൂടാണ് കൂട്ടുകാരെ. ഇത് മൊത്തം എടുത്ത് വായിലിട്ടാൽ എന്തായാലും കൊള്ളുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഈ കൊതി മുന്നിലോട്ട് ചൂട് പറയിലോട്ട് ആക്കിക്കൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെ അവസാനം എങ്ങനെയെങ്കിലും ഞാൻ ഓർമ്മ എടുത്ത് കടിച്ച് പറിച്ചു. പക്ഷെ നല്ല രുചിയുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഹെൽത്തി അല്ലാത്ത ഫുഡിനാണ് നല്ല രുചി. എങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാത്ത രുചി. അപ്പോൾ നമ്മുടെ ഈ മോമോസിന്റെ സ്റ്റാർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലമല കഴിഞ്ഞ് കടവപ്പള്ളിയുടെ തൊട്ടടുത്താണ്. ഇത് കാരണം വാങ്ങിച്ചിട്ട് എനിക്ക് മൊത്തത്തിൽ കഴിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല കൂട്ടുകാരെ. നമ്മൾ 3 പേരും കൂടെയാണ് ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. ഫുഡൊക്കെ എനിക്ക് ഷെയർ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടം. എന്തായാലും വലുതാവൂല.